ബംഗാളിന്റെ പുതിയ ഗവർണർ ആർ.എൻ. രവിക്കെതിരെ മുഖ്യമന്ത്രി മമതാ ബാനർജി ലോക്ഭവനെ ബി.ജെ.പി. പാർട്ടി ഓഫീസാക്കി മാറ്റാൻ ശ്രമിക്കുന്നുവെന്നാണ് വിമർശനം. ഗവർണറായിരുന്ന സി.വി. ആനന്ദബോസ് രാജിവെച്ചത് കേന്ദ്ര സമ്മർദ്ദം മൂലമെന്നും മമതാ ബാനർജി ആവർത്തിച്ചു. പി.ആർ. അരവിന്ദ് ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അരവിന്ദ്, എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? അമൃത, സി.വി. ആനന്ദബോസിന്റെ രാജിയെച്ചൊല്ലിയുള്ള വിവാദങ്ങൾ ഇപ്പോഴും ഒഴിയുന്നില്ല. പുതിയതായി എത്തുന്ന ബംഗാൾ ഗവർണറായ ആർ.എൻ. രവിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ആർ.എൻ. രവി എന്ന് പറയുന്നത് ഒരു ബി.ജെ.പി. കേഡർ എന്നതാണ് മമതാ ബാനർജി ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. പ്രധാനമായും തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹം ബംഗാളിലേക്ക് എത്തുമ്പോൾ സമാനമായ രീതികൾ തുടരാനാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നടക്കില്ല എന്ന് തന്നെയാണ് മമതാ ബാനർജി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ആനന്ദബോസിന്റെ രാജി അത് കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് മമതാ ബാനർജി ആവർത്തിച്ചിരിക്കുകയാണ്. എന്തായാലും ലോക്ഭവനെ ഒരു ബി.ജെ.പി. പാർട്ടി ഓഫീസാക്കി മാറ്റാൻ ബി.ജെ.പി. ശ്രമിക്കുന്നു എന്നതാണ് മമതാ ബാനർജി ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. കൊൽക്കത്തയിൽ എസ്.ഐ.ആറുമായി ബന്ധപ്പെട്ട ധർണയിൽ പങ്കെടുത്തായിരുന്നു ഇത്തരമൊരു വിമർശനം മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. നിലവിൽ ആനന്ദബോസ് ഡൽഹിയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം താൻ കേരള രാഷ്ട്രീയത്തിലേക്ക് അടക്കം വരാൻ പോകുന്നുവെന്ന സൂചന ആനന്ദബോസ് നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം കാണാനുള്ള ശ്രമങ്ങളും ആനന്ദബോസ് തുടരുകയാണ്. വികസിത ഭാരതത്തിന് വേണ്ടി താൻ കേരളത്തിൽ പ്രവർത്തിക്കുമെന്നതാണ് സി.വി. ആനന്ദബോസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ആർ.എൻ. രവി ബി.ജെ.പി. കേഡർ എന്ന ഒരു വിമർശനമാണ് മമതാ ബാനർജി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പി.ആർ. അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.